ബീജിംഗിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ പക്കൽ നിന്നും 200 ബോയിംഗ് വിമാനങ്ങൾ വാങ്ങുമെന്ന് ചൈന സ്ഥിരീകരിച്ചു. ഈ കരാർ പ്രകാരം വിമാനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങൾക്കും ഘടകങ്ങൾക്കുമുള്ള വിതരണ ഗ്യാരണ്ടി യുഎസ് ചൈനയ്ക്ക് നൽകുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു. ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയ താരിഫ് താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന കരാർ നീട്ടുന്നതിനായി ഇരുപക്ഷവും പ്രവർത്തിക്കുമെന്നും $30 ബില്യൺ അതിൽ കൂടുതലോ മൂല്യമുള്ള ചരക്കുകളുടെ നികുതി കുറയ്ക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ സന്ദർശനം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ഷീ ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം പുറത്തുവന്നത്. ട്രംപിന്റെ ചൈനീസ് സന്ദർശനം മൂലം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാരത്തിൽ നിരവധി വാഗ്ദാനങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ബോയിംഗ് വിമാനങ്ങൾ വാങ്ങുന്നതും അമേരിക്കൻ കർഷകർക്ക് ചൈനീസ് വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ബോയിങ്ങിനായുള്ള 200-ലധികം വിമാനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ധാരാളം മികച്ച വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഭാവിയിൽ 750 വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതിയെന്നും ഇത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓർഡർ ആയിരിക്കുമെന്നും വെള്ളിയാഴ്ച ചൈനയിൽ നിന്നും മടങ്ങിയ ശേഷം എയർഫോഴ്സ് 1-ൽ വെച്ച് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ട്രംപിനൊപ്പം ചൈന സന്ദർശിച്ച യുഎസ് പ്രതിനിധി സംഘത്തിൽ ബോയിംഗ് സിഇഒ കെല്ലി ഓർട്ട്ബർഗും ഉൾപ്പെട്ടിരുന്നു. ടെസ്ല മേധാവി ഇലോൺ മസ്ക്, AI ചിപ്പ് ഭീമനായ എൻവിഡിയുടെ സിഇഒ ജെൻസൺ ഹുവാങ് എന്നിവരും ഈ സംഘത്തിലുണ്ടായിരുന്നു. തങ്ങളുടെ ചൈനീസ് സന്ദർശനം വളരെ വിജയകരമായിരുന്നുവെന്നും ബോയിംഗ് വിമാനങ്ങളുടെ ഓർഡറുകൾക്കായി ചൈനീസ് വിപണി വീണ്ടും തുറക്കുക എന്ന തങ്ങളുടെ പ്രധാന ലക്ഷ്യം തങ്ങൾ കൈവരിച്ചുവെന്നും ബോയിംഗ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇതിൽ 200 വിമാനങ്ങൾക്കായുള്ള ഇനീഷ്യൽ കമ്മിറ്റ്മെന്റും ഉൾപ്പെടുന്നു. ഈ ആദ്യ ഘട്ടത്തിന് ശേഷം കൂടുതൽ ഓർഡറുകൾ ഉണ്ടാകുമെന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് കമ്പനി കൂട്ടിച്ചേർത്തു. 2025 ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിൽ വെച്ച് നടന്ന ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ച് ചൈനയിലെയും യുഎസിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു ധാരണയിലെത്തിയിരുന്നു. ഇതുപ്രകാരം വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് നൽകുന്ന പരസ്പരമുള്ള നികുതി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കാലാവധി ഈ വർഷം നവംബർ വരെ നീട്ടിയിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള യുഎസ് നികുതി കുറയ്ക്കുന്നതും അപൂർവ ധാതുക്കളുടെയും കാന്തങ്ങളുടെയും കയറ്റുമതിയിൽ ബീജിംഗ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുന്നതും ഈ കരാറിൽ ഉൾപ്പെടുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.